ഏ എന്താ 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 ഒന്നുമില്ല, ചുമ്മാ എന്താ ചുമ്മാന്ന്. അതെ, ഒന്ന് ഞാൻ സോഫ്റ്റ് ആയെന്ന് കരുതി തലേ കയറാൻ വന്നേക്കരുത്. എന്റെ വായിരിക്കണം മുഴുവൻ നീ അപ്പൊ കേക്കും, കേട്ടല്ലോ. അടങ്ങി ഒതുങ്ങി എന്റെ പിന്നാലെ വരാൻ നോക്ക്. വാ ഇങ്ങോട്ട്. എന്താ അവിടുത്തെ നോക്കിയിരിക്കണ്ടേ? വരാനല്ലേ പറഞ്ഞേ? വരുവോ? എന്നാ ഇങ്ങോട്ട് വാ. എന്റെ കൈ പിടിക്കണ്ട. എന്താ എന്റെ കൈ പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? വീട് പിന്നെ എന്നിട്ട് കൈ പിടിക്കാൻ പൂതിണ്ടായിട്ടൊന്നുമില്ല. ഇവിടെ ഫുൾ കല്ലാണ്, അതുകൊണ്ട് പിടിച്ചതാണ്. വേണ്ടയ്ക്കണ്ട, ഞാൻ പോണേണ് പുല്ല്. ഓ, പറഞ്ഞപ്പോഴേക്കും അങ്ങ് വിട്ടു പോയേക്കോ ദുഷ്ടൻ. ഇവിടക്ക് കല്ല. അയ്യോ. എന്തേലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ അങ്ങ് നടക്ക്. ഓ, ഞാൻ നടക്കുന്നതാണ്. ഓ, ആയിക്കോട്ടെ. എന്താ എന്താ എന്തിനാടാ ദുഷ്ടാചരിക്കുന്നേ? എന്നെ പൊക്ക്. നീ എന്താ പറഞ്ഞ? കൈ പിടിക്കണ്ടെന്നോ? ഞാൻ കൈ പിടിച്ചിരുന്നത് നീ ഇപ്പൊ അവിടെ കിടക്കില്ലായിരുന്നല്ലോ. എടാ ദുഷ്ട, കിടന്ന് ചിരിക്കാതെ എന്നെ പൊക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, വാ എഴുന്നേക്ക്. എന്റെ കാലൊക്കെ വേദനിക്കുന്നു. അത് പോരാത്തന്നെ എനിക്ക് ഒറ്റയടി പോലും നടക്കാൻ പറ്റില്ല. എനിക്ക് വിശക്കുന്നു. ഡി പെണ്ണെ, എന്തോന്നടി ഇത്? ആ വാൻ തുറന്നത് 100 കാര്യങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഏതി ഒന്നും അറിയടി. ഒന്നാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശക്കുന്നു. ഓ, ഇവളെ കൊണ്ട് വാ ഇങ്ങോട്ട്, വല്ലതും കിട്ടുമോ നോക്കാം. ഓ, പിന്നെ ഞാനൊന്നും വരത്തില്ല. എനിക്ക് എന്റെ കാലിറ്റൊന്നും വയ്യ നീച്ച് നടക്കാൻ, അതുകൊണ്ട് എനിക്ക് തിന്നാളത്തി ഇങ്ങോട്ട് കൊടുത്താ. ഓ, പിന്നെ ഞാൻ എന്താടി നിന്റെ വേലക്കാരനാ? വേണേ നീച്ച് വാടി. എന്തുവാ, ഒന്ന് എടുത്തു കൊണ്ടുത്താ. എനിക്ക് വിശന്നിട്ടല്ലേ ചോദിക്കുന്നേ. ഓ, ചിണം കണ്ട. ഇവിടെ തന്നെ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കട്ടെ. ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ നിന്ന് എവിടേക്ക് എഴുന്നേറ്റ് പോകുമെന്ന് ചെയ്യരുത്. ഇല്ല, ഞാൻ പോവില്ല. പോയിട്ട് വാ. ഓക്കെ. ഡി, ആഹാ, വന്നോ? അല്ല, എന്ത് കൊണ്ടുവന്നേ? കാണട്ടെ, വേഗം പോവാ. എന്നാ കഴിക്ക്. മൾബറി. അയ്യോ, ഇത് എവിടുന്ന് കിട്ടിയേ? ഇത്രയുള്ളൂ? കുറച്ചും കൂടി എടുത്തുവിടായിരുന്നു. അയ്യടാ, ഇത്രയും കൊണ്ട് തന്നെ ഭാഗ്യം വിചാരിക്ക്. വേണേ തന്നാ നോക്കടി. ഓക്കെ. ആഹാ, എന്ത് സാധനമാടി നീ? നിനക്ക് ഞാൻ ഇത് കൊണ്ടു തന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ല. എന്നിട്ട് ഒരു കഷ്ണം വേണോന്ന് പോലും ചോദിക്കുന്നില്ല. എന്ത് സ്വഭാവമാടി നിന്റെ? അയ്യടാ, എനിക്ക് നിങ്ങളെ വേറെ ആരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടുന്ന് നിങ്ങളെ വയറ് നിറച്ച് തിന്നിട്ടായിരിക്കും എനിക്കിവിടെ ഇത് കൊണ്ട് തന്നേന്ന് എനിക്ക് വേറെ ആരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ നിങ്ങൾ കൂടുതൽ കിടന്ന് മൊഴിയണമെന്ന് ഇല്ല, കേട്ടാ? അതെന്ത് വർത്താനാണ് ഈ പറഞ്ഞേ? ഞാൻ അവിടെ നിന്ന് ഇത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 എടുത്ത് തിന്നുള്ള സത്യം. അതുള്ള കാര്യം ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ എൻ്റെ വയറ് നിറയണ വരെ ഒന്നും ഇരുന്ന് തിന്നിട്ടില്ല. അപ്പോൾ നിനക്ക് ഞാൻ അത് കൊണ്ട് തന്നപ്പോൾ 2 എനിക്ക് തന്നൂടെ? അമ്പട മനമേ, ഇതിലെല്ലാം തന്നെ 5-6 ഇതന്നെ ഞാനിപ്പോൾ തിന്നാൽ എൻ്റെ വിശപ്പ് മാറുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഇതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഞാൻ ഇനിയും തരണം അല്ലേ? അയ്യേട്ടാ, വേറെ പണിയില്ലായിരുന്നു. വേണേ വേറെ അടുത്ത് പറിച്ചു തിന്നു മനുഷ്യ. ഓ, പിന്നെ ഇക്കൊന്നും വേണ്ട എൻ്റെ പീരിക്കട്ട. ജനോടടുത്തും വിണിക്കൂട് ഇല്ലാന്ന്. ഓ, വന്നേക്കാണോള്. അതിന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മിണ്ടായിരിക്കും അവിടെ. ഓ, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊന്നും മിണ്ടാൻ വരുന്നില്ല. ഇരുന്ന് തിന്നാൻ കിട്ട്. ഓ, തിന്നേനെ. മിയ, നീ വാ, നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം. അതെന്തിനാ? എടി, നീ പറയുന്ന കേക്ക്, വാ. എന്തിനാന്ന് പറ. എടി പെണ്ണ്, നല്ല മഴ വരുന്നുണ്ട്. അതിന് മുന്നേ മഴ കൊള്ളാത്ത എവിടെയെങ്കിലും കയറി നിൽക്കാം. നീ വന്നേ. അതിന് മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. ഓ, മഴ ഇപ്പൊ പെയ്യുന്നില്ല. പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നീ വാ. ആ, ഓക്കെ, വരുവാ. ആ, ഇച്ചേ നോക്ക്, മഴ പെയ്തു. ഇച്ചായൻ
അയ്യോ എനിക്ക് വയ്യ ഇനി ഇങ്ങനെ നടക്കാൻ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വാ നടക്ക്. ഇരുടാവണതിന് മുന്നേ ഏതെങ്കിലും സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. എടി ഇത് രാത്രി ആയാലേ കാട്ടിൽ പല സാധനങ്ങളും ഇറങ്ങൂടി. അതുകൊണ്ടാ പറയുന്നത്. വാ മോളെ, എൻ്റെ പൊന്നല്ലേ, വാ നടക്ക്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ഇവിടുന്ന് എവിടേക്കും വരണ്ട. എൻ്റെ കാലെല്ലാം വേദനിക്കുന്നു. അതുമല്ല എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വരില്ല. വാ ഇങ്ങോട്ട്. ആഹാ, ഇത് കൊള്ളാലോ. അന്ന് ആദ്യം തന്നെ ഇതങ്ങ് ചെയ്താ പോരായിരുന്നോ? ആഹാ, നല്ല സുഖമുണ്ടല്ലേ? ആ, കൊള്ളാടി കൊള്ളാം. മനുഷ്യനോടെ കഷ്ടപ്പെടുത്ത് നീ അവിടെ ഇരുന്ന് കിണിക്കുന്നു. കൊള്ളാടി കൊള്ളാം കേട്ടാ. ദേ നോക്ക്, ഒരു വീടല്ലേ ആ കാണുന്നേ? എവിടെ? കണ്ടില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കടി. ഏ ഏ ആ കണ്ടു. അത് അവിടെ ആളുണ്ടാവോ? പിന്നെ ആളുണ്ടാവാതെ? എൻ്റെ കുഞ്ഞമ്മൻ്റെ വീടല്ലേ അത്, പിന്നെ ആളുണ്ടാവാതിരിക്കുവോ? ഓഹോ, വെറുതെ അല്ല. എന്ത് വെറുതെല്ലാന്ന്? എനിക്ക് പണ്ടേ തോന്നിയായിരുന്നു. എന്തോന്ന്? അല്ല, നിങ്ങളൊരു കാട്ടുവാസിയാണെന്ന്. ഡേ ചുമ്മാ വാ വാ, പോയി നോക്കാം വാ. സാറേ. എന്താ? അതെ, എന്താ? നമുക്ക് ഇവിടെ നിൽക്കണോ? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാ പോരെ? വേറെ എവിടെയല്ല. ഇവിടെ നീ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ട്, നിനക്ക് എങ്ങനെ അറിയാനാ? അല്ല, നമുക്ക് പോയി തപ്പി നോക്കിയാ പോരെ? ഇവിടെ വേണോ? അതെന്താ ഇവിടെ ഒരു കുഴപ്പം? ഒന്നുമില്ല. എന്നാലും 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 എന്താ, പേടിയാണോ? പേടിയോ? എനിക്കോ? എവിടെന്ന്? അതൊന്നും ഒരു ഡിക്ഷണറിയിലേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? അതെ. എന്താ? ഒന്നുമില്ല. പേടിയില്ലെങ്കിൽ വാ, നമുക്ക് ഉള്ളിൽ കയറാം. നമുക്ക് എന്തായാലും ഈ നേരമായില്ലേ, ഇനിയിപ്പോൾ വേറെ സ്ഥലം അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല. ഇന്നെന്തായാലും ഇവിടെ നിൽക്കാം, എന്നിട്ട് നാളെ രാവിലെ പോവാം. ഓക്കെ, നീ വാ. സാറേ. എന്താ? ഒന്നുമില്ല, വാ പോവാം. എന്നാ വാ. ആഹാ, സബാഷ്. പിന്നെ നീ എന്ത് കരുതി 5 സ്റ്റാർ ഹോട്ടലാണെന്നാ? ഇടോ, ഞാൻ തന്നോടൊന്നും പറയാൻ വേണ്ടി വന്നില്ല. വഴക്കുണ്ടാക്കാനുള്ള ഒരു മൂഡിലല്ല ഞാനിപ്പോൾ. അതുകൊണ്ട് മിണ്ടാതിരിക്കെ. അയ്യോ, എനിക്ക് ഉറങ്ങണമായിരുന്നു. ഇവിടെ എവിടെ ഇപ്പം ഞാനൊന്ന് ഉറങ്ങുന്നേ? ഒന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ. ആ ഓക്കെ. ഇങ്ങേത് എന്താ കേട്ടാ പോകുന്നേ? നീ ഇത് ഏത് ലോകത്താ? നിന്നോട് ഇത്ര നേരം ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അത് പിന്നെ എന്താ പറഞ്ഞേ? ഓ, ഇവളെ കൊണ്ട് പോയി കിടക്കടി. ഓക്കെ, ശരി എന്നാ, ബൈ, ഗുഡ് നൈറ്റ്. എന്തോന്നാ ഗുഡ് നൈറ്റാ? ഓ ശരി, ഗുഡ് നൈറ്റ്, പോയി കിടക്ക്. ഓക്കെ, ബൈ. ഇതെന്താ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇപ്പൊ ഉറങ്ങാതിരിക്കുന്ന? അത് പിന്നെ പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ താനിങ്ങനെ ഇരിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അത് വേറൊന്നല്ല, അവരൊക്കെ മിസ് ചെയ്യുന്നു. അവർ നമ്മളെ കാണാത്തത് കൊണ്ട് നന്നായിട്ട് വിഷമിക്കുന്നുണ്ടാവും. അത് ശരിയാ, നമ്മളെ കാണാത്തതുകൊണ്ട് നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും പാവങ്ങള്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം. അല്ലാതെ ഇപ്പോൾ വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണല്ലേ. എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ മനസ്സിലായ കാര്യമാണത്. ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര അടുപ്പാണ് നിങ്ങൾ തമ്മിലെന്ന് തോന്നി, അതാ ചോദിച്ചത്. പിന്നെ അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ? ഞങ്ങൾ 4 പേരും അങ്ങനെയാ, ഭയങ്കര ബോണ്ടാ തമ്മിൽ. ഞങ്ങൾ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് കണ്ടുമുട്ടിയത്. അന്ന് മുതൽ തന്നെ ഞങ്ങൾ 4 പേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്നല്ല, അതിനും മേലെ ഒരു സഹോദര ബന്ധം എന്ന രീതിക്കാണ് ഞങ്ങൾ. അത്രയ്ക്ക് അടുപ്പാണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് വേദനിച്ചാൽ ബാക്കി 3 പേർക്കും അതുപോലെ വേദനിക്കും. എന്താ പറയുക, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവരെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും എന്നെ ആളുഷാറായല്ലോ. പിന്നെ അവരല്ലേ എൻ്റെ വൈറ്റമിൻ. കൊള്ളാം. പിന്നെ തനിക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പെൺപിള്ളേരില്ലേ, അവരെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തോ എനിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഫീലായിരുന്നു. പെൺപിള്ളേരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും
അങ്ങോട്ട് കയറി വരുന്നത്. അവരൊന്നും കുഴപ്പമില്ല, പക്ഷെ തന്നെ എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ? എനിക്കറിയാം. ആ, അതങ്ങനെയാ. എന്നെ അങ്ങനെ ആർക്കും ഒന്നും ഇഷ്ടാവില്ല. കാരണമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ചിലവർക്കൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് തന്നെ കാണാം. ചിലരുടെ മുഖത്ത് എന്നെ കാണുമ്പോൾ ഒരു സഹതാപം, ചിലരുടെ മുഖത്ത് എന്നെ കാണുമ്പോൾ വേറെ എന്തൊക്കെയൊക്കെയോ ഫീല. അതുകൊണ്ട് ഞാൻ ആരും മൈൻഡാക്കാൻ പോകാറില്ല. എനിക്ക് അവർ 3 പേരും മാത്രമായിരുന്നു. എടോ, താനിതെന്തൊക്കെയാ പറയുന്നത്? ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചേ. എനിവേ, അതെന്തൊക്കെയാവട്ടെ, പോട്ടെ കാര്യം. ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. നീ ഇങ്ങോട്ട് വരനാട്ടി മുന്നേ നമ്മളിതിന് മുന്നേ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. തനിക്ക് അത് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷെ നല്ലൊരു കൂടിച്ചേരലായിരുന്നു. ഐ മീൻ കണ്ടുമുട്ടലായിരുന്നു നമ്മൾ തമ്മിൽ. അതുകൊണ്ടായിരിക്കും തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ്. നമ്മൾ തമ്മിലോ? എവിടെ വെച്ച്? ഇനി അവിടെ കേരളത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ നോക്കി നിന്നതെങ്ങാനും നിങ്ങൾ കണ്ടോ? അത് വല്ലതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോക്കി നിൽക്കേ, അതൊക്കെ ഇപ്പോ. ഓഹോ, അപ്പൊ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. ആ കൊള്ളാം എന്തായാലും. അല്ല, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ? ഓർമ്മയില്ലേ? ഇല്ലാന്നേ. അത് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരനാട്ടി മുന്നേ ഒരു ദിവസം മുമ്പ് എങ്ങാണ്ടോ തൻ്റെ വണ്ടി പോയിട്ട് ഒരു കാറിനിടിച്ചത് ഓർക്കുന്നുണ്ടോ? പിന്നെ ഓർക്കാതെ? അന്ന് എന്റെ കൈ മുറിഞ്ഞിട്ട് അവനൊരു സോറി പോലും പറയാതെ എന്റെ തെറ്റാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ മറക്കാതിരിക്കൂ പിന്നെ? ഓഹോ, അങ്ങനെയാണോ? പിന്നെ അങ്ങനല്ലാത്ത. അവനെ ഇനി എന്റെ കൈ കിട്ടുകയാണെങ്കിൽ ഞാൻ അവനായിട്ടല്ലോ. ദേഷ്യം വരുന്നു എനിക്ക്. നീ എന്ത് ചെയ്യും അവനെ? അത് പിന്നെ അവനൊന്ന് എനിക്കൊന്ന് കാണിച്ചു നോക്ക്, അപ്പൊ കാണാം എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം. അല്ലാന്ന് അവന്റെ ഒരു കൂറ ഇംഗ്ലീഷും ഒരു ഒടുക്കത്തെ മാസ്കും. എന്താ അവന്റെ വിചാരം? അവൻ ആരാന്നാ? ദേഷ്യം വരുന്നു. എന്നാ താൻ കാണിച്ചു തന്നിരിക്കുന്നു. തന്റെ മുന്നിലിരിപ്പുണ്ട് ആള്. താൻ എന്താ ചെയ്യാന്ന് വെച്ചാ അങ്ങ് ചെയ്യുന്നേ. അത് സാറായിരുന്നു. അപ്പൊ അത് അതേലോ, ഞാനായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ, നമ്മൾ തമ്മിൽ നല്ലൊരു കാഴ്ച കണ്ടുമുട്ടലുണ്ടായിട്ടുണ്ടെന്ന്. അതിതായിരുന്നു. മനസ്സിലായോ? അപ്പൊ സാർ ഇവിടെ തൊട്ടല്ലേ എനിക്ക് പണി തരാൻ തുടങ്ങിയത്? അങ്ങ് കേരളത്തൊട്ടേ എനിക്ക് പണി തന്നോണ്ടിരിക്കുവാണല്ലേ? ദുഷ്ട. പെണ്ണെ, കേറി പോവല്ലേ നീ അങ്ങ് താഴെ. ഞാൻ താഴ്ത്തൊന്നുമില്ല. താൻ എന്തൊരു ദുഷ്ടനാ. അന്ന് എന്റെ കൈയും കാലൊക്കെ മുറിയുടെ ഞാൻ കാണിച്ചു തന്നില്ലേ? എന്നിട്ട് താൻ എന്തൊക്കെയാന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ ചെറിയ കാര്യത്തിനാണ് ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേന്ന് വരെ താൻ ചോദിച്ചില്ലേ? അത് പിന്നെ അത്ര ചെറിയ കാര്യമില്ലേ അത്? ഒന്നും അറിഞ്ഞെന്ന് കരുതി അത് വലിയ കാര്യമാണോ? കൈയും കാലൊന്നും മുറിയൊന്നും ചെയ്തില്ലല്ലോ. ഐ മീൻ എല്ലൊന്നും പൊട്ടൊന്നും ചെയ്തില്ലല്ലോ. അയ്യടാ, തനിക്കത് ചെറിയ കാര്യമായിരിക്കും, എനിക്കിതൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതെനിക്ക് വലിയ കാര്യം തന്നെയല്ലേ? അതെ വലിയ കാര്യമാണ് കേട്ടോ. എടുത്താൻ പോടും അവിടുന്ന്. തന്നെ ഒരു ദുഷ്ടൻ തന്നെ, ഒന്നും പറയാനില്ല. താൻ ഒരു കാര്യം ഓർക്ക്. താനാണ് അത് ചെയ്തെന്ന് ബാക്കി 3 അറിയാൻ നിൽക്കണ്ട. കാരണം തന്നെ വെട്ടിക്കീറി അടുപ്പത്ത് വെക്കാം അവര്. അല്ലാന്ന് ദുഷ്ടൻ. അത് താൻ പറഞ്ഞാലല്ലേ? താൻ പറയോ അത് ഞാനാണ് ചെയ്തതെന്ന്? ഞാൻ പറയും താനാണ് അത് ചെയ്തത്. ദുഷ്ട. എന്നിട്ട് ഇപ്പോഴെങ്കിലും ഒരു സോറി ചോദിച്ചോ? ഇല്ലല്ലോ. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. താൻ പറയും? അത് പറയും. എന്താ പറയും? പറയൂന്ന്. അങ്ങനെയാണോ? അത് പിന്നെ എന്താ? എന്തിനാ അടുത്തോട്ട് വരുന്നേ? എന്താ എന്തിനാ അടുത്തോട്ട് വരുന്നേന്ന്? എന്തിനാ എന്ന് ഞാൻ പറഞ്ഞുതരണോ അതോ ചെയ്യണോ? എന്തോന്ന് ചെയ്യാൻ? താൻ മാറി നിക്ക്. നമ്മള് കുറച്ച് മുന്നേ ഐ മീൻ കാട്ടിനുള്ളിൽ വെച്ച് ചെയ്തില്ലേ? അത് ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? എന്തോന്ന്? എനിക്ക് ഉറങ്ങണം. അങ്ങനെ പറയാതെ. ഇനിയിപ്പോ ഏതായാലും അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഓക്കെ? അതൊന്നും പറ്റില്ല. എനിക്ക് ഉറങ്ങണം. ബൈ. ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങാം. ശരി. ഇപ്പൊ നീ ഉറങ്ങിക്കോ കള്ളിപ്പൂച്ചേ. നിന്നെ ഞാൻ എടുത്തോളാം.